ഏത് നിമിഷം ഇവിടെ വിട്ട് പോകണം കേട്ടോ. നിത്യതയെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നത്. ഈ മണ്ണിട്ടിട്ട് പോകണം. എപ്പം പോകുന്ന അറിയില്ല. റെഡി ആയിരുന്നോണം. ഇപ്പോൾ സമയം പോകുന്നല്ലോ. ശിമോന്റെ ഒന്നാമത്തെ പ്രത്യേകത, അവൻ്റെ പേര് പറഞ്ഞാട്ടെ, ജീവപുസ്തകത്തിലുണ്ടായി. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഈ ദൈവഭക്തന്മാർ താമസിക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ സ്വർഗത്തിൽ അറിയപ്പെടുന്നത് എൻ്റെ ദാസനായി ഇന്നാർ പാർക്കുന്നുണ്ട്. അത് മാത്രമല്ല, നിങ്ങളോടൊരു പ്രത്യേക ദൂതോടെ ഞാൻ പറയാം, നീ എവിടെ പാർക്കും ദൈവത്തിനറിയാം. ആ ഏരിയയിലുള്ളവരെ ദൈവത്തിനറിയാം. അവിടെ വാഴുന്നവനെ ദൈവത്തിനറിയാം. സ്തോത്രം. ശിംശോന്റെ വീട്ടിലെ കാളയുടെ വയസ്സ് വരെ ദൈവത്തിനറിയാം. പിന്നാണോ നിന്റെ കുഞ്ഞിൻ്റെ പ്രായം ദൈവത്തിനറിയത്തില്ലേ? സ്തോത്രം. കൂടെ പാർക്കുന്നവൻ മൂശാട്ടയുള്ളവനാണ് ദൈവത്തിനറിയാമെന്നേ. തോൾക്കൊല്ലനായ ശിമോൻ, അവൻ്റെ വല്യപ്പനെ വരെ ദൈവത്തിനറിയാം. പ്രൈസ് ലോർഡ്. നീ എവിടെ ഈ നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയട്ടെ. ലോകത്തിൽ എത്രയോ ആരാധകരുണ്ട്, ആരാധ്യരായവരുണ്ട്. ഈ അവരാരാധിക്കുന്ന സച്ചിൻ തെണ്ടുൽക്കറെ ആരാധിക്കുന്നവരില്ലേ, എന്താ ഫുട്ബോൾ കളിക്കാരെ ആരാധിക്കുന്നവരില്ലേ, പക്ഷെ ഈ ആരാധകരെ അവർക്കറിഞ്ഞുകൂടാ. പിണറായി വിജയൻ സാറിനെ ആരാധിക്കുന്നവരില്ലേ, മോദി സാറിനെ ആരാധിക്കുന്നവരില്ലേ, അവർക്കറിഞ്ഞുകൂടാ. പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത, അവനെ ആരാധിക്കുന്നവരെ അവൻ അറിയാം. ഒന്ന് കരമടിച്ച് ദൈവത്തെ ആരാധിച്ചേ. നിന്റെ പാസ്റ്റർക്ക് നിന്നെ അറിയില്ലെങ്കിലും, സഹവിശ്വാസിക്ക് ശരിക്കും അറിയില്ലെങ്കിലും, നീ ആരാധിക്കുന്ന ദൈവത്തിന് നിന്നെ നന്നായി അറിയാം. നീ പാർക്കുന്നിടം അറിയാം, നിന്റെ കൂടുള്ളവരെ അറിയാം, നിന്റെ ഗൽഖതങ്ങൾ അവർ അറിയാം, നിന്റെ വേദനകൾ അവനറിയാം, നിന്റെ സങ്കടങ്ങൾ അവനറിയാം, നീ ആരും കാണാതെ തുടച്ച കണ്ണുനീരുകൾ അവനറിയാം, നിന്റെ തേങ്ങലുകൾ അവനറിയാം, നിന്റെ നെടുവീർപ്പുകൾക്ക് അവനറിയാം. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുമ്പോഴും നിന്റെ വേദനകൾ അറിയുന്നവൻ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ മനുഷ്യൻ, യെരൂശലേമിൽ ശിമോൻ എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. നമ്മൾ വായിച്ചു നിർത്തിയത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. അപ്പോൾ ശിമോന്റെ പേര് ജീവപുസ്തകത്തിലുണ്ടായിരുന്നു. അല്ലെങ്കിൽ അവൻ ദൈവത്താൽ അറിയപ്പെടുന്നവനായിരുന്നു. അവൻ ദൈവത്തെ അറിഞ്ഞവനും ദൈവത്താൽ അറിയപ്പെടുന്നവനുമായിരുന്നു. രണ്ടാമത്തെ പ്രത്യേകതയിലേക്ക് അടുത്ത രണ്ടെണ്ണം വിട്ട് ഞാൻ ചാടിക്കേറിയാണ്. അവൻ്റെ മേൽ എന്തോ ഉണ്ടായിരുന്നു? ഉറക്കെ പറ. അവൻ്റെ മേൽ എന്തോ ഉണ്ടായിരുന്നു? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. മിശിഹായുടെ ഒന്നാം വരവ് കാത്തിരുന്ന ശിമോൻ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. യേശു കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് കാത്തിരിക്കുന്ന നിന്റെ മേൽ പരിശുദ്ധാത്മാവുണ്ടോ എന്ന് കർത്താവ് ചോദിക്കുന്നു. എന്താ പരിശുദ്ധാത്മാവ്? എന്താ പരിശുദ്ധാത്മാവ്? ആരാ പരിശുദ്ധാത്മാവിനെ തരുന്നേ? ഈ പെന്തക്കോസ്തിൻ്റെ ആരംഭത്തിൽ പരിശുദ്ധാത്മ ശക്തിക്കായി സാക്ഷ്യം വഹിപ്പാൻ ഇറങ്ങിയപ്പം ചില ആളുകളൊക്കെ എഴുതി, പുതുമഴയൊക്കെ പെയ്യുമ്പോൾ തകരകൾ മുളച്ചു വരും. അതുപോലെ മുളച്ചു വന്നതാ കുൺകൂസാറിൻ്റെ ഉണ്ണൂണി സാറിൻ്റെയൊക്കെ പെന്തക്കോസ് നല്ല മഴ വരുമ്പം, അല്ലെ നല്ല വെയിൽ വരുമ്പോൾ ഇതെല്ലാം വാടുമെന്ന് പറഞ്ഞു. എന്നാൽ ഇന്ന് രാത്രി തിരുമൂലപുരത്ത് നിന്ന് ഞങ്ങൾ പറയാം, ഇവരെല്ലാം പോയി, പെന്തക്കോസ് പോയിട്ടില്ല. കാരണം ഇത് ഇവിടുത്തെ ആരുടെയും വകയല്ല, ഇത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വകയാ. സ്തോത്രം. അന്ന് നമ്മുടെ പിതാക്കന്മാർ, ദൈവമക്കൾ, വിദ്യാഭ്യാസമൊന്നുമില്ലാത്തവർ, ആത്മനിറവിൽ അന്യഭാഷ ദൈവത്തെ ആരാധിച്ചപ്പോൾ അന്നത്തെ വൻപന്മാർ, വിദ്യാഭ്യാസമുള്ളവർ, നിങ്ങൾ കേൾക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, ഉന്നതന്മാർ, ഈ കാലഘട്ടത്തിൽ വളരെയധികം പ്രസംഗിക്കേണ്ട വിഷയമായി മാറിയിരിക്കുക, അപമാനിച്ചു, കളിയാക്കി. അവർ പറഞ്ഞു ഇതൊരു തരം ഹിസ്റ്റീരിയ രോഗമാണെന്ന്. എന്നാണ് നിങ്ങളൊന്ന് പറയുന്നേ? ഹിസ്റ്റീരിയ, അതെന്തോ സീരിയോ എനിക്കറിയില്ല. പക്ഷെ അന്ന് ഇത് ഹിസ്റ്റീരിയ രോഗമാണെന്ന് പറഞ്ഞവർ ഞങ്ങൾക്കും ഇപ്പൊ ഈ ഹിസ്റ്റീരിയ രോഗം വേണമെന്നും പറഞ്ഞ് നടക്കുക. സ്തോത്രം. ഞാൻ പറയും, ഈ സ്തോത്രത്തെ അല്ലേലുയൊക്കെ കളിയാക്കിയ ആളുകൾ ഇന്ന് അല്ലേലുയോ എന്ന് പറഞ്ഞ് തുടങ്ങിയാൽ പിന്നെ നിർത്തുന്ന പരിപാടിയില്ല. സ്റ്റാർട്ട് ചെയ്യാൻ അറിയാം, സ്റ്റോപ്പ് ചെയ്യാൻ അറിയത്തില്ല. ഞാൻ സാധാരണ പറയും, സ്തോത്രത്തെ കളിയാക്കുന്നതിനെ കൊണ്ട് ദൈവം ഒത്തിരി സ്തോത്രം പറയിക്കും. ഹല്ലേലൂയ കളിയാക്കുന്നതിനെ കൊണ്ട് കർത്താവ് ഒത്തിരി ഹല്ലേലൂയ പറയിക്കും. ഈ ചില പാസ്റ്റർമാർ നിങ്ങളുടെ സഭയെ പ്രസംഗിക്കാൻ വരുമ്പോഴേ അവർ കൂടെ ഒത്തിരി ഗ്ലോറി കയറ്റും. ഇടയ്ക്ക് ഹല്ലേലൂയ കയറ്റും. ഞാൻ ഗ്ലോറി, എൻ്റെ ഭാര്യ ഗ്ലോറി ടു ഗോഡ്.
എൻ്റെ മക്കൾ ഹല്ലേലൂയ സ്തോത്രം ആമേൻ. കാരണം എന്നാന്നറിയാം, പണ്ട് പുള്ളി സ്തോത്രത്തെ ഒത്തിരി കളിയാക്കിയവനാ. അവനെ കൊണ്ട് ദൈവം ഒത്തിരി സ്തോത്രം പറയിപ്പിക്കും. ഞാൻ പണ്ടൊക്കെ പറയുന്നൊരു ഫ്രേസ് ഉണ്ട്, യോഗം മുടക്കിയെ കൊണ്ട് യോഗം നടത്തിക്കുകയും അതിൻ്റെ കാശ് അവനെ കൊണ്ട് തന്നെ മുടക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ ദൈവം. പാട്ടകൊട്ടിയെ കൊണ്ട് തമ്പേർ കൊട്ടിക്കുന്നവനാണ് നമ്മുടെ ദൈവം. പണ്ടൊക്കെ, ഇപ്പം അതൊക്കെ പോയി. പണ്ട് പെട്രോൾ മാക്സ് ആയിരുന്നു എൻ്റെ കുഞ്ഞിലെയൊക്കെ. ഞാൻ പെന്തക്കോസ്ത് ജനിച്ചു കൊള്ളുന്നവനാ. അന്ന് ഈ ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നുമില്ല, തമ്പേറ കൊട്ടി അല്ലേ യാക്കോബാസ്. അന്ന് നമ്മൾ കൊച്ചു പാട്ടമയ്ക്ക് ഇപ്പം എന്തോ സിസ്റ്റമാണ് നമുക്ക്, ഞങ്ങൾക്ക് വലിയ കഷ്ടപ്പെടേണ്ട കാര്യമില്ല, ലൈവ് ഒന്നുമല്ല അന്ന്. അപ്പോൾ ഈ പാട്ടമയ്ക്ക് വെക്കുമ്പോഴേ പറയും പെന്തക്കോസുകാരുടെ നിലവിളി ആരംഭിച്ചടാന്ന്. എന്തോ ആരംഭിച്ചാ? നിലവിളി. ഇപ്പം സംഭവമൊക്കെ മാറി, നല്ല ഇൻസ്ട്രുമെൻറ്റും ഒക്കെ വെച്ച് നല്ല പിള്ളേർ പാടുമ്പോൾ ഇപ്പോഴും അവർ പറയുന്നത് നിലവിളി എന്നാ. നമ്മുടെ നിലവിളി. രാത്രി ഞങ്ങൾ വിളിച്ച് പറയട്ടെ, ഞങ്ങൾക്ക് നിലവിളി ഉണ്ട്, പക്ഷെ ഞങ്ങളുടെ നിലവിളി തീരും അന്ന് നിന്റെ നിലവിളി ആരംഭിക്കും. ഞങ്ങളുടെ നിലവിളി തീരുന്ന നിലവിളിയാ. എന്നാൽ പാറകളെ, വൻപാറകളെ ഞങ്ങളുടെ മേൽ വീഴി വീണെന്ന് പറഞ്ഞ് നിലവിളി ആരംഭിക്കുന്ന ദിവസം വരാൻ പോകുന്നു. കളിയാക്കരുത്. സ്തോത്രം. ഈ സ്തോത്രവും ഹല്ലേലൂയ ഉള്ളതുകൊണ്ടായി കേരളം ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത്. സ്തോത്രം. അപ്പം ഞാൻ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ്, അന്ന് ഈ ജനറേറ്ററും ഒന്നുമില്ല, ഞാൻ 4 പതിറ്റാണ്ടായി പ്രസംഗം തുടങ്ങിയിട്ട് 40 വർഷം. നിങ്ങളിരിക്കുന്നത്, നിങ്ങളീ പലരും ജനിക്കുന്നതിന് മുമ്പ്, ആളിങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ പുല്ലൂരിനടുത്ത് ഞാനിവിടുന്ന് പ്രസംഗിക്കാൻ ചെന്നു. അപ്പോൾ അന്ന് ബാറ്ററി പോലും എടുക്കാൻ നിർവാഹമില്ല, കറണ്ട് പോയാൽ പോയി, കറണ്ടിനെ ആശ്രയിച്ച. അപ്പം ഞാൻ സ്റ്റേജിലോട്ട് കയറിയപ്പോൾ ഒരുത്തൻ പോസ്റ്റേലോട്ട് കയറി. അന്ന് അങ്ങനെ ചിലവൊക്കെ അവൻ ഫീസ് വലിച്ചൂരി, ഇരുട്ടായി, അവിടെ നിൽക്കുക, ശബ്ദമൊന്നുമില്ല. ഇതിലൊക്കെ ഒത്തിരി ആളാണ്. അത് വഴിയെ പോയ അച്ചായൻ വന്ന് അയാളുടെ ജീപ്പ് മാറ്റി നിർത്തി, സമുദായക്കാരന, ആ ജീപ്പേന്ന് കണക്ഷൻ തന്നു. അപ്പം മൈക്ക് കിട്ടിയ ഉടനെ ഞാൻ വിളിച്ചു പറഞ്ഞു, ബൈബിളൊരു വാക്യമുണ്ട്, ദൈവം അവരെ നോക്കി ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഇന്ന് പോസ്റ്റേ കയറിയവനെ നോക്കി ദൈവം ചിരിക്കുന്നു. എന്താ? കൊള്ളാം 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 കൊള്ളാം, കൺവെൻഷന് മൈക്ക് കയറ്റാൻ ഇവനെ കൊള്ളാം. അതിനുശേഷം ഞാൻ പറയും, സുവിശേഷ യോഗം നടക്കുമ്പോൾ നീ പോസ്റ്റേ കയറരുത്, ദൈവം നിന്നെ നോക്കി ചിരിക്കും. കൊള്ളാം 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 കൊള്ളാം, മൈക്ക് കെട്ടാൻ ഇവനെ കൊള്ളാം. സുവിശേഷ യോഗം നടക്കുമ്പോൾ നീ പാട്ട കൊട്ടരുത്, തമ്പുരാൻ നിന്നെ നോക്കി ചിരിക്കും. കൊള്ളാം 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 കൊള്ളാം, തമ്പേറ് കൊട്ടാൻ ഇവനെ കൊള്ളാം. സുവിശേഷ യോഗം നടക്കുമ്പോൾ നീ ഹൂക്ക് വിളിക്കരുത്, തമ്പുരാൻ നിന്നെ നോക്കി ചിരിക്കും. കൊള്ളാം 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 കൊള്ളാം, ഉറക്കെ ഹല്ലേലൂയ പറയാൻ ഇവനെ കൊള്ളാം. എൻ്റെ ദൈവം കൊള്ളാമെന്ന് പറഞ്ഞാൽ നീ അടുത്ത കൺവെൻഷൻ ഞങ്ങളുടെ കാണും. എത്ര പേർക്ക് കരം അടിച്ച് ആരാധിപ്പാൻ കഴിയും? ഈ സുവിശേഷ, ഈ സുയോഗത്തിന്റെ ശബ്ദ പരിധിക്കുള്ളിൽ അകത്തിരുന്ന് പിറുപിറുക്കുന്ന, ആക്ഷേപിക്കുന്ന, ഹല്ലേലൂയക്കാരെന്നും ഉത്തുത്തൂക്കാരെന്നും പറഞ്ഞ അന്യഭാഷയെ, ആരാധനയെ അപമാനിക്കുന്നതിനെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ക്ലെയിം ചെയ്യുകയാണ്, അവകാശപ്പെടുകയാണ്. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചു. എന്താ മക്കളെ അന്യഭാഷ? എന്താണ് അഭിഷേകം? എന്താണ് പരിശുദ്ധാത്മശക്തി? യേശു കർത്താവ് പറഞ്ഞു, ഉയരത്തിൽ ശക്തി ലഭിക്കുമ്പോഴോ നിങ്ങൾ നഗരത്തിൽ പാർക്കുക. ഉയരത്തിൽ ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ യെരൂശലേമിലും യെഹൂദയിലും ശമയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. ഈ പരിശുദ്ധാത്മാഭിഷേകം ആർക്കാ ആവശ്യം? ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നവരിൽ ആത്മസ്നാനം ആവശ്യമില്ലാത്ത ഒരാളുണ്ടായിരുന്നെങ്കിൽ അതാരായിരുന്നറിയാമോ? യേശു കർത്താവാ. യേശു ആത്മാവിൻ്റെ ശക്തിയോട് ഗലീല വിട്ട് മടങ്ങി. ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നതിന് ആത്മശക്തി ആവശ്യമില്ലാത്ത ഒരാളുണ്ടായിരുന്നെങ്കിൽ അത് യേശുവിൻ്റെ അമ്മ മറിയ. യേശുവിൻ്റെ അമ്മ മാളിമുറി മുട്ടിന്മേൽ നിന്ന് അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചു. ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നവരിൽ ആത്മശക്തി ആവശ്യമില്ലാത്ത ഒരു കൂട്ടം ഉണ്ടായിരുന്ന യേശുവിൻ്റെ ശിഷ്യന്മാരാണ്. അവർ മാളികമുറിയിൽ കൂടിയിരുന്ന് അഭിഷേകം പ്രാപിച്ചു. ഞാൻ ഒന്ന് പറയട്ടെ, ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നവരിൽ സ്നാനം ആവശ്യമില്ലാത്ത ഒരാളുണ്ടായിരുന്നെങ്കിൽ അത് യേശുവാണ്.
ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നവരിൽ പ്രാർത്ഥിക്കേണ്ടാത്ത ഒരാളുണ്ടായിരുന്നെങ്കിൽ അത് യേശു കർത്താവാണ്. ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നവരിൽ കരയേണ്ടാത്ത ഒരാളുണ്ടായിരുന്നെങ്കിൽ അത് യേശു കർത്താവാണ്. ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നവരിൽ ഉപവസിക്കേണ്ടാത്ത ഒരാളുണ്ടായിരുന്നെങ്കിൽ അത് യേശു കർത്താവാണ്. ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നവരിൽ മാതാപിതാക്കളെ അനുസരിക്കേണ്ടാത്ത ഒരാളുണ്ടായിരുന്നെങ്കിൽ അത് യേശു കർത്താവാ. യേശു മാതാപിതാക്കളെ കീഴടങ്ങി, നീയും കീഴടങ്ങണം. യേശു സ്നാനമേറ്റു യോർദാനിൽ കലക്കവെള്ളത്തിൽ, നീയും സ്നാനപ്പെടണം. യേശു ആത്മാവിന്റെ ശക്തിയുടെ കല്ലിൽ വിട്ട് മടങ്ങി, നീയും ആത്മാവിന്റെ ശക്തി പ്രാപിക്കണം. യേശു കരഞ്ഞെങ്കിൽ നീ എത്രയധികം കരയണം. യേശു പ്രാർത്ഥിച്ചെങ്കിൽ നീ എത്രയധികം പ്രാർത്ഥിക്കണം. യേശു ഉപവസിച്ചെങ്കിൽ നീയും ഞാനും എത്രയധികം ഉപവസിക്കണം. ഒന്നുകൂടെ കൈയടിച്ച് ശക്തിയുടെ ദൈവത്തെ ആരാധിച്ചേ. സ്വതന്ത്രം, സ്വതന്ത്രം. എന്താണ് പരിശുദ്ധാത്മശക്തി? വേഗത്തിൽ പറയാം, മണിക്കൂറെടുത്ത് പ്രസംഗിക്കേണ്ടതാണ്. 3 കാലഘട്ടങ്ങളായി ദൈവം മനുഷ്യർ ഇടപെടുന്നു. ഒന്ന്, പഴയ നിയമം പിതാവാം ദൈവത്തിന്റെ യുഗം. സുവിശേഷം പുത്രൻ തമ്പുരാന്റെ യുഗം, ഈസ് സഭായുഗം അല്ലെങ്കിൽ ഹോളി സ്പിരിറ്റിന്റെ യുഗം, പരിശുദ്ധാത്മയുഗം. പഴയ നിയമത്തിൽ ഗോഡ് ഫോർ അസ് എന്ന് നമ്മൾ വായിക്കുന്നു. ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും, ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. സുവിശേഷത്തിൽ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കണം. ഗോഡ് വിത്ത് അസ്, ദൈവം നമ്മോടുകൂടെയായി. എന്നാൽ ഈ സഭായുഗത്തിൽ ഗോഡ് ഫോർ അസ് അല്ല, ഗോഡ് വിത്ത് അസ് അല്ല, ഗോഡ് ഇൻ അസ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞാട്ട് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? അതുകൊണ്ട് നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീ. നിരാത്തി വിടിരിക്കുന്ന ആർക്കെങ്കിലും പരിശുദ്ധാത്മശക്തി എന്താണെന്ന്, അന്യഭാഷയും ആത്മനിറവും എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ പറയാം. തൃത്വത്തിൽ മൂന്നാമനായവൻ ഈ മൺകൂടാരത്തിലേക്ക് ഇറങ്ങി വരുന്നു. ദൈവം നമ്മിലേക്ക് ഇറങ്ങി വരുന്നു. മനസ്സിലായ കുഞ്ഞെ? ദൈവം നമ്മിലേക്ക് ഇറങ്ങി വരുന്നതാ പരിശുദ്ധാത്മാവ്. ദൈവം തമ്പുരാൻ ഇറങ്ങിയാൽ എന്നാ സംഭവിക്കും? സീനായി പർവ്വതത്തിൽ, മക്കളെ ഒന്ന് വായിച്ചു നോക്കിയാൽ 114 സങ്കീർത്തനം. സീനായി പർവ്വതത്തിൽ ദൈവം തമ്പുരാൻ ഇറങ്ങിയപ്പോൾ സീനായി പർവ്വതം കുലുങ്ങി. സീനായി പർവ്വതം കുലുങ്ങി. 114 എന്തെന്ന് തോന്നുന്നു, പർവ്വതം കുലുങ്ങി. അപ്പം പർവ്വതങ്ങൾ മുട്ടാടുകളെ പോലെയും കുന്നുകൾ കുഞ്ഞാടുകളെ പോലെയും തുള്ളി. അടുത്തത് വായിച്ച പർവ്വതമേ നിങ്ങൾ മുട്ടാടുകളെ പോലെയും കുന്നുകളെ നിങ്ങൾ കുഞ്ഞാടുകളെ പോലെയും തുള്ളുന്നത് എന്ത്? പലരും മനസ്സിലാകാത്ത തുള്ളല. ഇത്രയും തുള്ളനോ, ഇത്രയും ആടണോ? ഞങ്ങൾ തുള്ളുകയല്ല, ഞങ്ങളെ തുള്ളിക്കുക. ഞങ്ങൾ കുലുങ്ങല്ല, ഞങ്ങളെ കുലുക്കുക. പർവ്വതത്തിൽ തമ്പുരാൻ ഇറങ്ങിയപ്പോൾ പർവ്വതം കുലുങ്ങിയെങ്കിൽ 37.25 കിലോ ഇല്ലാത്ത ഞങ്ങളുടെ മേൽ അത്യുന്നതന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ തമ്പുരാൻ ഇറങ്ങി വരുമ്പോൾ ഞങ്ങൾ കുലുങ്ങുന്നതിന് എന്നാ അതിശയം! നിങ്ങൾ 110 കിലോ ഉണ്ടെങ്കിലും ഈ അത്യന്ത ശക്തി നിങ്ങളുടെ മൺകൂടാരത്തിൽ വ്യാപരിക്കുമ്പോൾ നിങ്ങൾ കടകീരി പങ്കടിയില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവിടെ ഈ ട്രാൻസ്ഫോമറുകൾ കണ്ടിട്ടില്ലേ? 200 ടൺ കേബിൾ ഭാരമുള്ള ക്രെയിനിൽ കൊണ്ടുവന്ന് ഇറക്കിക്കുന്ന വലിയ ട്രാൻസ്ഫോമറുകളുണ്ട്. അവയെ ഉറപ്പിക്കുന്ന വലിയ നട്ടും ബോൾട്ടും ഇട്ടാണ്, വലിയ കോൺക്രീറ്റിലാണ്. എന്നാൽ ഈ ട്രാൻസ്ഫോമറിലൂടെ ഇലക്ട്രിസിറ്റി വ്യാപരിക്കാൻ തുടങ്ങുമ്പോൾ ഈ ട്രാൻസ്ഫോമറുകൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ഞരങ്ങുന്നത് കാണാം. പറഞ്ഞ് മൂടുന്നത് കാണാം. ട്രാൻസ്ഫോമറേ, നിനക്ക് എന്തുമാത്രം കിലോ വെയിറ്റ് ഉണ്ടേ? നിന്നെ ഉറപ്പിച്ചിരിക്കുന്ന ഇത്രയും വലിയ നട്ടിലും പോട്ടുമല്ലേ, നീ എന്താ ഈ ഞരങ്ങാൻ കാരണം? ട്രാൻസ്ഫോമർ പറയും, എൻ്റെ അകത്തൂടെ വ്യാപരിക്കുന്ന ശക്തി എൻ്റെ കിലോയേക്കാൾ വലുതാ, എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല. മക്കളെ, വല്ലതും മനസ്സിലായില്ല ഇന്ന് രാത്രി മനസ്സിലാക്കിക്കോ. ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ഇത് ദൈവത്തിന് ദാനമാ. ഇത് ഞങ്ങളുടെ ശരീരത്തിൽ വ്യാപരിക്കുമ്പോൾ ഞങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നില്ല. പെന്തക്കോസുകാരന് പോലും ഇതിന്റെ വില അറിയില്ല, താങ്ങാൻ കഴിയുന്നില്ല. പർവ്വതം കുലുക്കി. നിങ്ങൾക്കറിയാം, 12 വർഷത്തെ രക്തസ്രാവക്കാരി, 12 വർഷം വൈദ്യന്മാരാണെന്ന് സഹിച്ചവൾ. ഇതൊരു കൊച്ചു കൺവെൻഷനാണ്, മുറ്റത്ത് കൺവെൻഷനാണ്. 10,000 കൂടുന്ന മീറ്റിങ്ങിൽ നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടൊരു ദൈവശക്തി ആവരിച്ചുകൊണ്ടിരിക്കുക. 12 വർഷം വൈദ്യന്മാരെ ഏറിയെന്ന് സഹിച്ചവൾ
മോശയ്ക്ക് ന്യായപ്രമാണപ്രകാരം പുറത്തിറങ്ങാൻ കഴിയില്ല. പക്ഷെ അന്ന് അവൾ തീരുമാനിച്ച് എന്ത് വന്നാലും ഞാൻ യേശുവിനെ തൊടും. അവസാന രാത്രിയല്ലേ, ഈ ലാസ്റ്റ് രാത്രി പ്രസംഗികനെ കാണാനല്ല, ഞാൻ കർത്താവിനെ തൊടാൻ എത്ര പേര് വന്നിട്ടുണ്ട്? കർത്താവിനെ തൊടാൻ വന്നെങ്കിൽ ദൈവം നിന്നെ തൊടാതെ വിടില്ല. സ്വതന്ത്രം 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 ഉടമ റഗനിയ അന്തന ഉടമ ഷഖാന സഥാനാദിയ വായിക്കുന്നത്. അവൾ പുരുഷാരത്തെ വകഞ്ഞു മാറ്റി യേശു കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ട മാത്രം ഇടിമിന്നൽ കണക്ക് അവൾക്ക് ദൈവശക്തി വ്യാപരിച്ചു. സ്പർശനം മാത്രം ഒരു അശുദ്ധ വിശുദ്ധയായി, ഒരു രോഗിണി പരിപൂർണ സൗഖ്യമുള്ളവളായി. ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ പറയാം, യേശുവിനെ തൊട്ടാൽ വിടുതലാ, യേശുവിനെ തൊട്ടാൽ സൗഖ്യമാ, യേശുവിനെ തൊട്ടാൽ ജീവനാണ്. അവിടെ എഴുതിയിരിക്കുന്ന അവൾ വിറച്ചുകൊണ്ട് നിന്നു. അവൾ വിറച്ചുകൊണ്ട് നിന്നു. വൈകിട്ട് പോയി വായിക്കണം, രക്തസാവക്കാരി. ഞാൻ ചോദിച്ചു, കർത്താവേ അവൾ വറക്കാൻ കാര്യം എന്താ? ഒരു ഉപവാസപ്രാർത്ഥന മുട്ടുകുത്തി ചോദിച്ചു, അവൾ വറക്കാൻ കാര്യം എന്താ? കർത്താവ് എന്നോട് പറഞ്ഞു, മോനെ, അവളിൽ വ്യാപരിച്ചത് ഡുനാമീസ് ആയിരുന്നു. നിങ്ങൾ ഉയരത്തിൽ ശക്തി ലഭിക്കുള്ള നഗരത്തിൽ പാർക്കണം. ശക്തി, സാക്ഷി. ശക്തി എന്നതിന് ഡുനാമീസ് എന്ന പദവും സാക്ഷി എന്നതിന് മാർട്ടയോസ് എന്ന പദവും. മാർട്ടയോസ് എന്ന പദത്തിൽ നിന്നാണ് മാർട്ടയർ എന്ന പദം ഉണ്ടായത്. ഡുനാമീസ് എന്ന പദത്തിൽ നിന്നാണ് ഡൈനാമിറ്റ് എന്ന പദമുണ്ടായത്. ഡൈനാമിറ്റിനെ കവിത ശക്തി നിങ്ങളുടെ മേൽ വരും. അപ്പോൾ നിങ്ങൾ എൻ്റെ നാമത്തിന് വേണ്ടി രക്തസാക്ഷികളാകാൻ റെഡിയാകും. 10 പേരെ പിടിച്ച് ജയിലിലിട്ടതുകൊണ്ടേ, ഒരു യോഹന്നാന്റെ തലയെടുത്തതുകൊണ്ട് സുവിശേഷത്തിന്റെ ശബ്ദയാല ഇവിടെ നിലയ്ക്കത്തില്ല. ഒരഭിഷക്തൻ പോയാൽ 1000 എണ്ണത്തെ ദൈവം ഇറക്കി വിടും. സ്വതന്ത്രം. ഒരു ഭീമോനച്ചൻ പോയാൽ 10 എണ്ണത്തെ ദൈവം എഴുതിപ്പിക്കും. സ്വതന്ത്രം സ്വതന്ത്രം സ്വതന്ത്രം. കൈ ഒന്ന് ഉയർത്തിയായിട്ട് ദൈവത്തെ സൂചിച്ചേ. അവൾ വിറച്ചു. കർത്താവിനോട് പറഞ്ഞു, മോനെ, അവൾ എന്നെ തൊട്ടപ്പോൾ അവളിൽ വ്യാപരിച്ചത് ഡൈനാമിറ്റിനെ കവിയുന്ന. ഡൈനാമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായോ? പാറ തകർക്കുന്നതാ. അഭിഷേകം പ്രാപിച്ചവൻ എത്ര അനുഗ്രഹിക്കപ്പെട്ടവനാ. മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും മുമ്പ് അവർ അഭിഷേകം പ്രാപിച്ചെന്ന് ഉറപ്പ് പ്രാപിക്കണം. പെന്തക്കോസുകാരാ, നിന്റെ തലമുറയ്ക്ക് അഭിഷേകം, അന്യഭാഷ, ആത്മനിറവ് അപമാനമാണോ അഭിമാനമാണോ? യേശു ആത്മാവിൻ്റെ ശക്തിയോട് കിലുവിട്ട് മടങ്ങി. ഇത് ഒത്തിരി കാര്യങ്ങൾ പറയണമെന്നുണ്ട്, സമയമില്ല. ഉത്സവത്തിൻ്റെ മഹാദിനമായി കൊടുക്കുന്ന നാളിൽ യോഹന്നാൻ 7:27 യേശു എന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദി ഒഴുകും. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന്. വല്ല മനസ്സിലാകുന്നുണ്ടോ? തെറ്റിദ്ധാരണ മാറണം. പരിശുദ്ധാത്മാവ് നിന്റെ പുറത്തു നിന്ന് അകത്തേക്ക് കയറേണ്ടതല്ല, നിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരേണ്ടതാ. ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുമ്പോഴും നേരത്തെ പാർപ്പിയും. അപ്പോൾ ഉയരത്തിൽ നിന്നാണ് ശക്തി വരുന്നെങ്കിൽ താഴെ ഉലകത്തിലുള്ള ആളാണ് തരുന്നത്, ഉയരത്തിലിരിക്കുന്നവനാ. ഒന്നുകൂടെ മനസ്സിലാക്കി തരാം. പ്രവാചക വരണ്യനായ എലിയാവ്. ഇത് പഠിക്കേണ്ടതാ, കേൾക്കേണ്ടതാ. കാരണം ഈ പരിശുദ്ധാത്മാവിൻ്റെ പേരിൽ ഒത്തിരി കോക്കാമ്പിച്ചകൾ പലരും കാണിക്കുന്നു. എന്താ പരിശുദ്ധാത്മാവ്? ഈയിടെ ഞാൻ കണ്ടപ്പോൾ, വിമർശിക്കാമെന്ന് ചിന്തിക്കല്ലേ, അങ്ങനെ ചിന്തിച്ചാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഒരുത്തൻ്റെ മണ്ടയ്ക്കോട്ട് എല്ലാം കൂടെ വീഴുക, അവനിന്ന് പ്രാപിക്കുക. ഒരുത്തൻ അടിച്ച് താഴെ ഇടുന്നു. എന്തോ ആത്മാവാടിയത്. വേദവസം എന്താ പറയുന്നത്? ഉയരത്തിൽ നിന്ന് തരുന്നത്. ഉയരത്തിൽ നിന്നാണ്, ഉലകത്തിലുള്ള ആരുമല്ല തരുന്നത്, ഉയരത്തിലിരിക്കുന്നവനാ. ഏലിയാവ് ആരാ? ഏലിയാവ് അവൻ്റെ ശിഷ്യനായ എലീശ ഏലിയാവിനോട്, നിന്റെ ആത്മാവിൻ്റെ ഏലിയാവ് ചോദിച്ചു, ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുമ്പ് ഞാൻ നിനക്ക് എന്താണ്? എന്നാൽ എലീശയുടെ മറുപടി, നിന്റെ പ്രസംഗ വരവ് എനിക്ക് തരൂ, അതാണോ ചോദിച്ചേ? നിന്റെ പ്രവചന വരവ് തരൂ, അതാണോ? നിന്റെ രോഗശാന്തി, അതാണോ ചോദിച്ചേ? അല്ല. അദ്ദേഹം പറഞ്ഞ, അച്ചായൻ്റെ ഒന്നും എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട അച്ചായമേ വ്യാപരിക്കുന്ന ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക എന്ന് പറഞ്ഞ് എലീശയ്ക്ക് അറിയാം, ഇതുണ്ടോ അത് നടക്കും. ആത്മാവുണ്ടോ അത്ഭുതം നടക്കും. ആത്മാവുണ്ടോ പ്രവചനം നടക്കും. ആത്മാവുണ്ടോ ഇന്ന് രാത്രി ദൈവപ്രവൃത്തി വെളിപ്പെടും. ശക്തിയോടെ കരം അടിച്ച് ആരാധിച്ചേ. സ്വതന്ത്രം ആത്മാവ്. അപ്പൊ ഏലിയാവ് എന്താ പറഞ്ഞേ?
ഇന്നാ പിടിച്ചോന്ന് പറഞ്ഞ് കൊടുത്തു വച്ചാ, നീ അല്പം പ്രയാസമുള്ള കാര്യമാകുന്നു എന്നോട് ചോദിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്തുവാ? കുഞ്ഞെ, ആത്മാവിനെ തരാൻ എനിക്ക് അധികാരമില്ലെന്നല്ലേ? നിങ്ങളിത് വ്യക്തമായി കേട്ടോണം. നിങ്ങൾക്ക് ആത്മാവിനെ തരാൻ ഈ ഭൂവിലാർക്കും അധികാരമില്ല. ആത്മാവിന്മേൽ അധികാരമുള്ള ഒരുവൻ അവൻ സ്വർഗത്തിലെ ദൈവമാണ്. നിങ്ങളുടെ അകത്തൊരുവൻ ആദ്യം വരണം. നാസറയനായ യേശു. യേശു നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ ഈ രാത്രിയിൽ അവൻ ആത്മനദി ഒഴുക്കി വിടും. ആരാ ഏലിയാവ്? ഒറ്റ പ്രാർത്ഥനയാൽ മഴമേഘത്തെ തടയുന്നവൻ, ഒറ്റ പ്രാർത്ഥനയാൽ മഴ പെയ്യിക്കുന്നവൻ, ഒറ്റ പ്രാർത്ഥനയാൽ കർമ്മേലിന്റെ മുടുവിൽ തീയിറക്കുന്നവൻ, ഒറ്റ പ്രാർത്ഥനയാൽ ശവത്തെ ജീവിപ്പിക്കുന്നവൻ, ഒറ്റ പ്രാർത്ഥനയാൽ മഴ പെയ്യിക്കുന്ന, ഒറ്റ പ്രാർത്ഥനയാൽ ശവത്തെ ജീവിപ്പിക്കുന്ന, ഒറ്റ പ്രാർത്ഥനയാൽ തീയിറക്കുന്ന ഏലിയാവിന് ആത്മാവിനെ തരാൻ അധികാരമില്ലെങ്കിൽ ആർക്കുണ്ട് ഇവിടെ അധികാരം? നിനക്ക് ആത്മാവിനെ തരാൻ ആർക്കും അധികാരമില്ല. എന്നാൽ ഇന്ന് രാത്രി നീ മതി എന്ന് പറയുന്ന തരാൻ അധികാരമുള്ള ഒരുവനുണ്ട്. അവനിവിടെ വന്നിട്ടുണ്ട്. അവൻ നിന്റെ അകത്ത് കയറിയാൽ ആത്മനദി അവൻ ഒഴുക്കിവിടും. സ്വതന്ത്രം. ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചാട്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? പ്രാർത്ഥിക്കാൻ ആളുണ്ടോ? ദൈവത്തിന് തീവിടെ കത്തും. പ്രാർത്ഥിക്കാൻ ആളുണ്ടോ? അനേക ജീവച്ഛവങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കും. പ്രാർത്ഥിക്കാൻ ആളുണ്ടോ? ആത്മീയ മഴകൾ ഇവിടെ പെയ്തിറങ്ങും. ഹല്ലേലൂയ. കാറ്റ് ഇഷ്ടമുള്ളിടത്ത് കൂതും. അതിനെ തടയാൻ ആർക്കും കഴിയില്ല. പരിശുദ്ധാത്മാവിനെ തരാൻ തമ്പുരാൻ അധികാരം. നിങ്ങളെ അതിനായി ഒരുക്കാനേ ഞങ്ങൾക്ക് കഴിയൂ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനേ കഴിയൂ. നിങ്ങൾക്ക് തരാൻ അധികാരമില്ല. തരേണ്ടത് ഉയരത്തിലിരിക്കുന്നവനാണ്. സ്തോത്രം. ദാഹമുണ്ടോ? വാഞ്ചയുണ്ടോ? തരും. എന്താ അവിടെ വായിച്ചത്? ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക്, ലൂക്കോസ് വിശേഷം 11:10, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നെങ്കിൽ തന്നോട് സ്വർഗ്ഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. വെളിപ്പാട് പുസ്തകം 22:17, വരിക എന്ന് ആത്മാവ് പറയുന്നു, വരിക എന്ന് മണവാട്ടി പറയുന്നു, കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ പറഞ്ഞാട്ടെ, ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. അപ്പം പരിശുദ്ധാത്മാവിനെ ദൈവം ദാനമായി നൽകുന്നു. പണ്ടത്തെ ഒരു മുദ്രാവാക്യമുണ്ട്, നമ്മൾ കൺവെൻഷൻ കഴിയുമ്പോൾ അവസാനിക്കുമ്പം അത് പറയുമായിരുന്നു. എന്തുവാ? യേശുക്രിസ്തു. ഉറക്കെന്ന് പറയുന്നത് യേശുക്രിസ്തു. അയ്യോ, കയ്യുയർത്തിയെന്ന് പറ. അതാ പറയണ്ടേ, യേശുക്രിസ്തു. ഞാൻ പറയാൻ വന്നല്ല, കർത്താവ് പറഞ്ഞ് പറയിപ്പിക്കുക. ഉറക്കെ പറ, യേശുക്രിസ്തു, 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 യേശുക്രിസ്തു രാജാതി രാജാവായി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ വന്ന ദൂത. ഇതായിരുന്നു ഞങ്ങളുടെ പ്രസംഗം. അപ്പം പരിശുദ്ധാത്മാവിനെ പറമക്കളെ ദാനം. അതെന്താ ദാനം നൽകുന്നത്? പരിശുദ്ധാത്മാവിനെ ദാനം നൽകുന്നത് പിരിയാച്ചരക്കായുണ്ടാണോ? ദൈവം തമ്പുരാൻ തരുന്നതെല്ലാം ദാനമാണ്. ഈ വലിച്ചങ്ങോട്ട് കയറ്റുന്നില്ലേ ഓക്സിജൻ? ഇത് ഹോസ്പിറ്റലിൽ പോയിന്ന് കിടക്കണം. ഞാൻ കണക്ക് കൂട്ടി നോക്കി, ഒരു മണിക്കൂറിന് 300 രൂപ വെച്ച് തമ്പുരാൻ 24 മണിക്കൂർ സ്വർഗീയ ഖജനാവിൽ എത്ര രൂപ അടയ്ക്കണമായിരുന്നു? ഒരു വർഷത്തേക്ക് എത്ര രൂപ അടയ്ക്കണം? 70 വയസ്സ് വരെ എത്ര കോടി അടയ്ക്കണം? നിന്റെ വീട്ടിലെ 4 പേരൂടെ എത്ര കോടി അടയ്ക്കണം ഈ ഓക്സിജന്? അത് ഇപ്പം ഫ്രീ ആയതുകൊണ്ടാ. കോടീശ്വരന്മാരൊക്കെ ഓക്സിജൻ സിലിണ്ടർ പോയി പടഞ്ഞ് മരിച്ചില്ലേ കോവിഡ് കാലത്ത്? അപ്പം വില കൊടുത്ത് വാങ്ങേണ്ടി വന്ന എന്തായേനെ സ്ഥിതി? ദൈവം തമ്പുരാൻ ജീവശ്വാസം ഫ്രീ നൽകിയിരിക്കുന്നു. ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, ദൈവം തരുന്നതെല്ലാം ദാനമാ. സ്വർഗം ദാനമാ, നിത്യജീവൻ ദാനമാ, പരിശുദ്ധാത്മാവ് ദാനമാ, രക്ഷ ദാനമാ. എന്താ ദാനം നൽകുന്നേ? ദാനം തരാൻ കാര്യം എന്താ പറയട്ടെ? ദൈവം തമ്പുരാനെ പരിശുദ്ധാത്മാവിനെ വില നിശ്ചയിച്ചാലേ വാങ്ങിക്കാൻ നിന്റെയിലും എന്റെയിലും കാശില്ല. ദൈവം തമ്പുരാൻ പരിശുദ്ധാത്മാവിനെ വില നിശ്ചയിച്ചായിരുന്നേ ഇവിടുത്തെ ടാറ്റായ്ക്കും ബിർളായ്ക്കും അംബാനിക്കും ഓരോ സ്പൂണ് പോലും കിട്ടത്തില്ലായിരുന്നു. പാവങ്ങളായ നമുക്ക് ആവോളം പ്രാപിക്കാൻ കഴിയുന്നു. ഫ്രീ. രക്ഷദാനമാ, സ്വർഗം ദാനമാ. ഒരിക്കൽ ഒരു മനുഷ്യൻ വന്നിട്ട് ഒരു അച്ഛനോട് പറഞ്ഞു, അച്ഛോ സ്വർഗം കിട്ടുമെന്നാ എൻ്റെ പ്രതീക്ഷ. അച്ഛൻ ചോദിച്ചു, അതെന്നാടോ ഈ അടുത്ത പ്രതീക്ഷ? അതെന്ന് പറഞ്ഞേ, ഇല്ല, കാണുന്ന പള്ളി ഞാൻ പണിതു കൊടുത്തതാ.
അച്ഛൻ ചോദിച്ചു, എത്രായിരം രൂപ ആയിടൂ? ഇംഗ്ലണ്ടില്ല. അവൻ പറഞ്ഞു 20,000 പൗണ്ടായി. അച്ഛൻ ഒട്ടയൊക്കെ ഇട്ടുകൊണ്ട് എന്നിട്ട് പറഞ്ഞു, 20,000 പൗണ്ടിന് ദൈവം തമ്പുരാൻ സ്വർഗം വിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര ദരിദ്രനല്ല ദൈവം. പള്ളിക്ക് പെയിന്റ് അടിച്ചത് കൊണ്ട്, കല്ലറയ്ക്ക് പെയിന്റ് അടിച്ചത് കൊണ്ട്, പാഴ്സനേജ് വെച്ച് കൊടുത്തോണ്ട് സ്വർഗത്തിൽ പോകത്തില്ല. സ്വർഗത്തിൽ പോണോ? യേശു ക്രിസ്തുവിന്റെ പാപപരിഹാരത്തിൽ വിശ്വസിച്ച് അവന്റെ രക്തത്താൽ നിന്റെ പാപം കഴുകപ്പെട്ട ജീവപുസ്തകത്തിൽ പേരുണ്ടെന്ന് ഉറപ്പ് പ്രാപിക്കണം. ശക്തിയോടെ കൈയടിച്ച് സ്തോത്രം പറഞ്ഞു. സ്തോത്രം. ഇടയ്ക്ക് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇങ്ങനെയുള്ള പ്രസംഗം വല്ലതും കേൾക്കാനുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇതാ ആചാര്യോപദേശിയൊക്കെ ഉള്ള കാലത്ത് പ്രസംഗിച്ച പ്രസംഗമായി. വചനം ഇതാ, രക്ഷിക്കപ്പെടണം. അതിലേക്ക് പറഞ്ഞേ. അപ്പൊ സ്വർഗദാനമാണ് രക്ഷ എന്നുള്ളത്. കുഞ്ഞാടിൻ്റെയും ദൈവത്തിന് ദാനം. എന്താ വില കൊടുക്കാൻ നിന്റെ ഇല്ല? സ്വർഗത്തെക്കാൾ ഉന്നതനായ, ദൂതന്മാരെക്കാൾ ഉന്നതനായ യേശു കർത്താവിനെ കാൽവറിയിൽ തകർത്തൊരുക്കിയ രക്ഷ, ഇത്ര വലിയ രക്ഷ അത് ദൈവം ദാനം തരുന്നു. വിശ്വാസത്താൽ കരസ്ഥമാക്കാം. ഒന്നുകൂടെ കൈ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ. എല്ലാവരും ആ കൈ ഒന്നടിച്ച് ശക്തിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തി. സമയം വളരെ പോകുന്നല്ലോ, ഈ സമയത്ത് നിർത്തണമല്ലോ. രക്ഷദാനമാ, സ്വർഗം ദാനമാ, ഫ്രീ കിട്ടില്ല. പക്ഷെ അതിന് ഫ്രീ നിനക്ക് തരുമ്പോൾ ഒരാൾ വില മുടത്തതിന് വില മുടക്കിയിട്ടുണ്ട്, വില കൊടുത്തു. നമുക്ക് വേണ്ടി ഒരുവൻ കാൽവറിയിൽ വില കൊടുത്തു കഴിഞ്ഞു. പരിശുദ്ധാത്മാവ് ദാനമാണ്. വിശ്വസിക്കുന്ന ഏവർക്കും വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളത്. നിങ്ങളിന്ന് രാത്രി പ്രാർത്ഥിച്ചാൽ ഈ പന്തലിൽ വെച്ച് മുന്നേ നിന്നെ ആത്മാവിലാൻ തറയ്ക്കാൻ ദൈവത്തിന് കഴിയും. വീട്ടിൽ പോയി പ്രാർത്ഥിച്ചോണം. നീ ക്രിസ്ത്യാനി ആയിരിക്കും, മതിലേ കുരുത്തവനൊക്കെ ആയിരിക്കും, പക്ഷെ ആത്മാവുണ്ടോ? അഭിഷേകം പ്രാപിച്ചതാണോ? പണ്ട് പെന്തക്കോസ്തുകാരുടെ കല്യാണ ആലോചനയ്ക്ക് വരുമ്പോൾ ആദ്യം ചോദിക്കുന്നത് രക്ഷിക്കപ്പെട്ടതാണോ, സ്നാനപ്പെട്ടതാണോ, പിന്നെന്ത് ചോദിക്കും? ഇവേക്കെന്താ പൂക്കെന്തോ. ഇപ്പം ഈ നാളിൽ ദല്ലാളാ കൊണ്ടുവന്ന ആലോചനയ്ക്ക്. പെണ്ണ് അഭിഷേകം പ്രാപിച്ചവനാണെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു അവൾ അതിനും മാറത്തില്ലെന്ന്. മിടുക്കിയാണ് അവൾ അതിനും. എൻ്റെ ഞങ്ങളുടെ അവിടെ ഒരു അവൻ്റെ പേര് ഒരു സഹോദരൻ കൃഷ്ണകുമാരെന്നും കണ്ട, അവൻ്റെ പേര് മറന്നുപോയി. അവൻ രക്ഷിക്കപ്പെട്ടു വന്ന് വലിയ അങ്ങ് ഭയങ്കര ധൃതി ആവേശമൊക്കെ ആയിരുന്നു. അപ്പം വേറെ ഒരു അണ്ണൻ ഗോപാലപിള്ള മൈക്ക്, അന്ന് അവരാ മൈക്ക് കൊണ്ടുവരുന്നത്, മൈക്കും കൊണ്ടുവരും. അവൻ മൈക്കുമൊക്കെ വെച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇവൻ വല്ല ആവേശത്തിലാണ്. കൺവെൻഷനൊക്കെ കഴിഞ്ഞിട്ട് ഗോപാലപിള്ളയോട് വിളി വന്ന് വെച്ചു, ഗോപാലപിള്ള ചേട്ടാ ദൂത് ഏറ്റെടുത്തോന്ന്. ഗോപാലപിള്ള ചേട്ടൻ പറഞ്ഞു, എൻ്റെ കൊച്ചനെ ഞാനങ്ങും എടുത്തില്ല, അവിടെ കാണുമെന്ന്. ഗോപാലപിള്ളയ്ക്ക് എന്നാ ദൂത് വെച്ചെടുത്ത് നോക്കടാ, ഞാനെടുത്തില്ലെന്ന് സത്യം. ഇതുപോലെ ഇന്ന് പെന്തക്കോസ്തുകാരനാ, ഇരിപ്പ് കണ്ടാച്ചാൽ മതി. എന്തായാലും ചലിക്കുന്ന നിങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രസംഗിക്കാൻ ഈസിയാണ്. എൻ്റെ പൊന്നെ, ഇന്നത്തെ ആത്മീയലോകത്തിൻ്റെ കാര്യം ഞാൻ ഇവിടെ പറയുന്നില്ല. ചിലയിടത്ത് ചെന്ന് നിന്ന അവിടെ ഇരിപ്പും പടുത്തൊക്കെ കണ്ട പറന്നു പോകാതിരിക്കാൻ ഈ പുള്ളി അവിടെ വെച്ചേക്കാന്ന് തോന്നിപ്പോൾ. പെന്തക്കോസ് പോളാ വെയിറ്റ് വെച്ചേക്കൊന്നുമില്ല പുള്ളിയുടെ ഇരിപ്പൊക്കെ കണ്ട. ഇത് പിന്നെ കസേരയായിട്ട് പറക്കത്തില്ല. ഇപ്പം എല്ലാവരും കസേരയായി. പേരെന്തുവാ? പണ്ട് കെ.സി. തോമസ് ആണെന്ന് തോന്നുന്നു പറഞ്ഞു. ക്ഷമിക്കണേ, ഞാനിത് പറയുന്നില്ലേ, നിങ്ങളോട് ബഹുമാനത്തോടെ ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞു, ബ്രദറൻ അസംബ്ലി ഹോളിൽ ചെന്നാൽ, വേർപാട് ഹോളിൽ ചെന്നാൽ ഒറ്റ പെന്തക്കോസുകാരനെ കാണത്തില്ല. ഇവിടെ മുഴുവൻ വേർപാടുകാരാ. പക്ഷെ പെന്തക്കോസ് ഹോളി വന്നാൽ നിറയെ ഇപ്പം വേർപാടുകാരാ. എന്തുവാടാ അതിൻ്റെ പേര്? കുറെ ജഡീകന്മാരും കുറെ പ്രാകൃതന്മാരും കയറി നശിപ്പിക്കുക. ഇതൊന്നും അല്ല പെന്തക്കോസ്. നിങ്ങൾക്ക് IPC മെമ്പർഷിപ്പ് കാണും. ഞാൻ കുറേ നാളായി തുടങ്ങിയിട്ട്. നിങ്ങൾക്ക് അസംബ്ലീസ് ഓടി കാണും, നിങ്ങൾ ചർച്ചക്ക് ഓടി കാണും. പക്ഷെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ വ്യാപാര ശക്തിയാൽ ഇതുവരെ നിങ്ങൾ നിറയപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പെന്തക്കോസുകാരനായിട്ടില്ല. പെന്തക്കോസ് ആചാരമല്ല, പെന്തക്കോസ് അനുഷ്ഠാനമല്ല, പെന്തക്കോസ് അനുഭവം. ഇത് പ്രാപിച്ചവനാണ് യഥാർത്ഥ പെന്തക്കോസുകാരൻ.
പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കാഴ്ചപ്പെട്ട കർത്താവ് ഈ ഭൂമിയിൽ വരുന്നതിന് വർഷങ്ങൾക്ക് വർഷം മുമ്പ് അവൻ എവിടെ വരും, എപ്പോൾ വരും, എങ്ങനെ വരുമെന്ന് പ്രവചനം ഉണ്ടായിരുന്നു. എവിടെ ജനിക്കും, എവിടെ മരിക്കും എന്ന് പറഞ്ഞാൽ കർത്താവ് ജനിച്ചോലാരും ജനിച്ചിട്ടില്ല, കർത്താവ് ജീവിച്ചോലാരും ജീവിച്ചിട്ടില്ല, കർത്താവ് മരിച്ചോലാരും മരിച്ചിട്ടില്ല, കർത്താവ് ഉയർത്തുപോലാരും ഉയർത്തിട്ടില്ല, കർത്താവ് മടങ്ങി വരാൻ പോകുന്നവരാരും മടങ്ങി വരാൻ പോകുന്നില്ല. ഇതുപോലെ പ്രവചനമാണ്. അഭിഷേകം, അന്യഭാഷ, അതിനെക്കുറിച്ച് രണ്ടു വാക്യങ്ങൾ വായിച്ചിട്ട് ഞാൻ കൺക്ലൂഷനിലേക്ക് വരാം. ഇതൊന്ന് വായിക്കണം മക്കളെ. ആരാ വായിക്കുന്നത് എന്ന് വായിച്ചേ. യെശയ്യാ പ്രവചനം 28-ാം അധ്യായം 10-11 വാക്യങ്ങൾ ആദ്യം വായിക്കാം. യെശയ്യാ ചാപ്റ്റർ 28:10-11. യെശയ്യാ 22 10-11 വാക്യങ്ങൾ. ഇവിടെ അല്പം ചട്ടന്മേൽ ചട്ടം, സൂത്രത്തിന്മേൽ സൂത്രം. വായിക്കാം, പെട്ടെന്ന് വായിക്കാം. അവിടെ അല്പമെന്ന് അവർ പറയുന്നു. അതെ, വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷയിലാവും അവൻ ഈ ജനത്തോട് സംസാരിക്കും. അടുത്തത്, ഇതാകുന്നു സ്വസ്ഥത. ക്ഷീണിച്ചിരിക്കുന്നവന് സ്വസ്ഥത കൊടുപ്പീൻ. കൈ ഒന്ന് ഉയർത്തിയാട്ടി സ്വോത്രം പറഞ്ഞേ. ഈ ചന്തയോട് അടുക്കുമ്പോൾ എരമ്പല് കേൾക്കാം, ചന്തയിൽ ചെന്നാൽ വിലപേശൽ കാണാം. നമുക്ക് തോന്നും എരമ്പലാണ്, നിങ്ങൾക്ക് തോന്നി ഇതൊരു എരമ്പലാണ്. ഇതാകുന്നു സ്വസ്ഥത. അന്യഭാഷയെ ആരാധിക്കുന്നുണ്ട് ചോദിച്ചു നോക്കണം. വലിയ ടെൻഷനോടൊക്കെ ഇങ്ങോട്ട് വന്ന് 10 മിനിറ്റ് ദൈവത്തെ മുട്ടിമ്മയെന്ന് കരഞ്ഞൊന്ന് പ്രാർത്ഥിച്ച് ആത്മാവിൽ അന്യഭാഷ ദൈവത്തെ സൂചിച്ച് കഴിയുമ്പോൾ ഇപ്പോൾ ആരും അങ്ങോട്ട് പോകുന്നറിയില്ല. ഇതാകുന്നു സ്വസ്ഥത. വിക്കി വിക്കത്ത് പറയുന്ന അധരങ്ങളാലും അന്യഭാഷയിൽ ഓൻ ജനത്തോട് സംസാരിക്കും. ദൈവം തമ്പുരാൻ ഭാഷ കലക്കി. എന്താ കാര്യം എന്നറിയാവോ? ദൈവഹിതത്തിന് വിരുദ്ധമായി ബാബേൽ കൊട്ടിപ്പൊക്കിയപ്പോൾ ദൈവം ഭാഷ കലക്കി. ആ കലക്കപ്പെട്ട ഭാഷയെ ദൈവം അംഗീകരിക്കുന്നതിന് തെളിവാണ് അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്നത്. സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും പെട്ടവർ ദൈവത്തെ ആരാധിക്കുന്നു. ഈ ഭൂലോകത്തിലൊക്കെ ഒരു ഭാഷയായിരുന്നു എന്നാ വേദവസം പറയുന്നത്. വെളിപ്പാട് ദൈവം തരുന്നതിനനുസരിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അതിന് തെളിവ് ഞാൻ പറയട്ടെ. ഭൂലോകത്തിലൊക്കെ ഒരു ഭാഷയായിരുന്നു. അതിന് തെളിവ് എന്താ തെളിവ്? ഈ ഓസ്ട്രേലിയയിലെ പട്ടി കുരയ്ക്കുന്നതും അമേരിക്കയിലെ പട്ടി കുരയ്ക്കുന്നതും ഇംഗ്ലണ്ടിലെ പട്ടി കുരയ്ക്കുന്നതും ഡൽഹിയിലെ കുട്ടി കുരയ്ക്കുന്നതും ഒരുപോലെ. എന്നെ സൂക്ഷിച്ച് നോക്കുന്നു. എന്താ ഈ ഡൽഹിയിൽ ഹിന്ദിയിലാണോ കുരയ്ക്കുന്നത്? അല്ല. ഓസ്ട്രേലിയ പശു അമർന്നതും കേരളത്തിൽ അമർന്നതും ഒരുപോലെ. ഇംഗ്ലീഷും ഹിന്ദിയും കന്നഡയൊന്നും അതിനറിയത്തില്ല. ഒറ്റ ഭാഷ. എല്ലായിടും ഒരു അല്ലേ മക്കളെ? ആണോ ഇല്ലയോ? ഓസ്ട്രേലിയയിൽ പോയിട്ടില്ലയോ? ഞങ്ങളിവിടെയൊക്കെ പോയി കേട്ടു. എല്ലാം ഒരു ഭാഷ. മനുഷ്യനാ പല ഭാഷയുള്ള പല ഭാഷ. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇങ്ങോട്ട് നോക്കിയേ. ഓസ്ട്രേലിയയിൽ എയർപോർട്ടിൽ നിന്നോ കെനിയയിൽ നിന്നോ സൗത്ത് ആഫ്രിക്കയിൽ നിന്നോ ഉഗാണ്ടയിൽ നിന്നോ നൈജീരിയയിൽ നിന്നോ നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ ദൈവ പൈതലാണെങ്കിൽ ഹല്ലേലൂയ എന്നൊന്ന് പറഞ്ഞു നോക്കിയേ. അയ്യോ ഞാനാണല്ലേ കൈ തകർത്ത് ഇടിമുഴക്കം പോലെ പെരുവെള്ളത്തിൻ്റെ പോലെ കൈ ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ഉഗാണ്ടയിൽ നിന്ന് ഹല്ലേലൂയ പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടൊരുത്തൻ അവിടെ ഉണ്ട്. അവൻ ഉറക്കെ പറയും ഹല്ലേലൂയ. കഴിഞ്ഞ ഒരു മാസം കണ്ടേ അയാൾ ഞാൻ ഇംഗ്ലണ്ടിൽ പോയിട്ട് വന്നിട്ട് അവിടെ ജോൺ വെസ്ലിയുടെ ഒരു സ്ഥലമുണ്ട്, ജോൺ വെസ്ലി. അപ്പം ഞാൻ അവിടെ പോയി കറങ്ങിക്കൊണ്ട് നിൽക്കുമ്പം കെനിയായി എന്നൊരു കൂട്ടം വിശ്വാസികൾ കൊടിയൊക്കെ വെച്ചുകൊണ്ടാണ് വന്നേ. എനിക്ക് അവിടെ പോലത്തെ ആളുകളല്ലേ, അവിടെ ഇങ്ങനെ ജനം ഒഴുകുക. അവരിങ്ങോട്ട് വന്ന് നിന്നപ്പോൾ ഞാനും കൂടെ ആയാമേ പാസ്റ്റർ എന്ന് പറഞ്ഞു. ഒറ്റ വേടി പൊട്ടുന്നില്ല ഹല്ലേലൂയ. വേറെ ഒരു കുന്തോ എനിക്കറിയത്തില്ല. എനിക്ക് ആകെ അറിയാവുന്ന ഹല്ലേലൂയ, അവർക്കും അറിയാവുന്ന ഹല്ലേലൂയ. അപ്പോൾ എനിക്കൊരു മനസ്സിലായി, ഇത് സ്വർഗത്തിലെ ഭാഷയാ, ഇത് സ്വർഗീയ ഭാഷയാ. വൈണികന്മാർ വീണ വീട്ടുന്ന പോലെ, തകർത്ത് ഇടിമുഴക്കം പോലെ, പെരുവെള്ളത്തിൻ്റെ പോലെ ഞാൻ കേട്ട ശബ്ദം എന്തെന്നാൽ ഹല്ലേലൂയ.